ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഒരു 1 HP മോട്ടോർ കംപ്ലൈൻറ്റുമായിട്ട് മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക് സ്വിച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, മാനുവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം പമ്പിങ് എടുക്കാത്തതും കൊണ്ട് ഇതൊരു സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഡ്രൈ റൺ ഇങ്ങനെ ഓണായി കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സപ്ലൈ പോകുന്നുണ്ട്, ഇതിൽ നിന്ന് മോട്ടറിലേക്ക് സപ്ലൈ പോകുന്നുണ്ട്. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കപ്പാസിറ്റർ ഉണ്ട്, ഓൾറെഡി ഒരു 60 MFT കപ്പാസിറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ വേറെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 60. അപ്പോൾ ഇനി നമുക്ക് കപ്പാസിറ്റർ നോക്കുന്നതിന് മുമ്പ് മോട്ടറൊന്ന് പൊക്കിയിട്ട് മോട്ടറിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് അറിയണം. വർക്കാവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മൂളി നിൽക്കുകയാണോ, ബുഷിൻ്റെ കംപ്ലൈൻ്റ് ആണോ, എന്തറിയണമെങ്കിലും നമ്മൾ മോട്ടർ മുകളിലേക്ക് പൊക്കിയാലേ തന്നെ അറിയുള്ളൂ. അപ്പോൾ പൊക്കി വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതിന് മുമ്പ് കപ്പാസിറ്റർ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കപ്പാസിറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു 60 MFTൻ്റെ കപ്പാസിറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഇട്ടിട്ടാണ്, ടോട്ടലിൻ്റെ മീറ്ററാണ് നമ്മൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന വിധം എങ്ങനെയാണ്, നമ്മൾ കപ്പാസിറ്റൻസിൽ വെക്കുക, 60 MFT കപ്പാസിറ്റർ എടുക്കുക, ഒരു പ്രോബിൽ വയർ ആദ്യം ചുറ്റി വെക്കുക, എന്നിട്ട് രണ്ടാമത്തെ പ്രോബ് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഡിസ്പ്ലേ ഒരു 10 സെക്കൻഡ് ബ്ലിങ്കായി നിൽക്കും. കുറച്ച് കഴിഞ്ഞാലേ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 61.5 ഇതാണ് ഞാൻ കൊണ്ടുവന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഇവിടെ ഉള്ള ഒരു കപ്പാസിറ്റർ, നിലവിൽ ഓടിക്കൊണ്ടിരുന്നൊരു കപ്പാസിറ്റർ, അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. ഇപ്പോൾ നേരത്തെ 61.5 ആയിരുന്നു. അപ്പോൾ ഇതും നമുക്ക് കറക്റ്റ് നോക്കാം. അപ്പോൾ എത്ര വാല്യൂവിൻ്റെ ഡിഫറൻസിലാണിത് വർക്കാവാത്തതെന്ന് കറക്റ്റ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഏകദേശം നമുക്ക് വാല്യൂ ഇപ്പോൾ കിട്ടും. 60.5, നേരത്തെ 61.5ഉം ഇപ്പോൾ 60.5.6 അങ്ങനെയാണ്. അപ്പോൾ ഒരു MFTൻ്റെ കുറവിലാണ് നമ്മളെ മോട്ടോറിന് സ്റ്റാർട്ടിങ് കിട്ടാത്തത്. അപ്പോൾ ഏകദേശം ഒരു MFT അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ഇത് സംഭവം കറക്റ്റ് ഇതിൻ്റെ റീഡിങ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, മാറ്റിയിട്ട് റൺ ചെയ്യിപ്പിച്ച് ഇത് ഓക്കെയാണ്. ടാങ്കിലേക്ക് വെള്ളം ചാടുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിലൊരു ടാങ്കും താഴെ ഒരു ടാങ്കുമാണ്. അപ്പോൾ വെള്ളം അത്ര കണ്ടീഷൻ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഫിൽറ്റർ വെച്ചിരിക്കുകയാണ്. ഈ പാർട്ടി ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇത് ലൈനിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഡ്രൈ റൺ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും മോട്ടർ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഫിൽറ്റർ നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്ക് വാഷിലിട്ട് നോക്കി. ബാക്ക് വാഷിലിട്ട് നോക്കുമ്പോൾ സംഭവം ഇത് കൃത്യമായിട്ട് ബാക്ക് വാഷ് ചെയ്യാത്തതും കൊണ്ടാണ് ഇത്രയും ചെളി വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു 2 ദിവസം 3 ദിവസം ഇടവിട്ട് ബാക്ക് വാഷ് ചെയ്യുകയാണെങ്കിൽ ഇത്ര വലിയ ചെളീൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലവർക്ക് ഇതൊന്നും അറിയില്ല, നേരെ റിൻസിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ക് വാഷിലേക്ക് ഇട്ടിട്ട് പിന്നെ നേരെ ഫിൽറ്ററിലേക്ക് ഇടും. അപ്പോൾ വെസൽ ഫിൽറ്ററിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വെസലിനെ കുറിച്ച്, വെസൽ ഫില്ല് ചെയ്യുന്നതോ അതിൻ്റെ മീഡിയാസ് നിറക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോസ് അടുത്തതായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മോട്ടോറിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു, കപ്പാസിറ്റർ ആയിരുന്നു പ്രശ്നം. നമ്മൾ കപ്പാസിറ്റർ മാറ്റിയിട്ട് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.